ഈ അല്ല പറയൂ അത് നിങ്ങളുടെ ഏത് ചാനലാണ്? മതി അവിടെ ഇരുന്നാ മതി. നമ്മളിപ്പോ ഈ ആദ്യം കണ്ട വീഡിയോ ഒരു വനിതാ മാധ്യമ പ്രവർത്തക, നമുക്കറിയാം തിരുമല ഒരു BJP കൗൺസിലർ ആത്മഹത്യ ചെയ്ത വിഷയത്തെ കുറിച്ച് രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചപ്പം പുള്ളിക്കാരൻ പൊട്ടിത്തെറിക്കുന്നതാണ്. മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതിനെ മാന്യമായ രീതിയിൽ മറുപടി പറയുകയാണ് ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും ചെയ്യേണ്ടത്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ വളരെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് അവരോട് സംസാരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ശരിയായ നിലപാടാണ്. ഇപ്പൊ മറ്റൊരു പാർട്ടിയിലുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തോ ഉള്ള ആരെങ്കിലുമാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇവരെല്ലാം വിമർശനവുമായി മുന്നോട്ട് വരുമല്ലോ. അത് BJPയുടെ ഒരു എന്താ പറയുക, BJP നേതാക്കൾക്കെല്ലാം ഉള്ള ഒരു ശീലം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ തന്നെ BJPയുടെ ഈ കലുങ്ക് ചർച്ചയെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന കേന്ദ്ര സഹമന്ത്രിയെ സുരേഷ് ഗോപി നടത്തുന്ന ചില പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതിലൊക്കെ നമുക്ക് പിന്നെ വരാം. ഇത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖർ. അതിലുപരിയായിട്ട് അദ്ദേഹം കേരളത്തിലെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വാർത്താ ചാനലിന്റെ മേധാവിയാണ്. അദ്ദേഹം അതിന്റെ ഉടമസ്ഥനാണ്, മുതലാളിയാണ്. ഞാൻ മറുപടി തരില്ല. അത്തരത്തിൽ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളുടെ, മാധ്യമ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ അവകാശത്തിനും സംരക്ഷണത്തിനും വേണ്ടി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റ് പാർട്ടികളൊക്കെ തന്നെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർക്കെതിരെ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ, വിമർശനം ഉന്നയിച്ചാൽ അതിന് വേണ്ടിയിട്ട് ഘോരഘോരം പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം പാർട്ടിയുടെ ഒരു അധ്യക്ഷനായിട്ടിരിക്കെ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന ചോദ്യമായിക്കൊള്ളട്ടെ, എന്ത് ചോദ്യമായിക്കൊള്ളട്ടെ, ഏത് വിഷയമായിക്കൊള്ളട്ടെ, അത് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു വനിതാ മാധ്യമ പ്രവർത്തക ചോദിക്കുമ്പോൾ ഏതൊരു രാഷ്ട്രീയക്കാരനും, അദ്ദേഹം എന്നല്ല കേട്ടോ, BJPയുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ളതല്ല, ഏതൊരു രാഷ്ട്രീയ നേതാവും സ്വീകരിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള അങ്ങേയറ്റം മ്ലേച്ഛമായ, അങ്ങേയറ്റം അപഹാസ്യപരമായ ഒരു സമീപനമാണ്, ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതൊരു വനിതാ മാധ്യമ പ്രവർത്തക അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം നിങ്ങൾ ഏത് മാധ്യമമാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സ്ഥിരം പരിപാടിയാണ് BJPയുടെയും മുഖ്യമന്ത്രി ഇതുപോലെയാണല്ലോ. അതെ, BJPയുടെയും CPMന്റെ നേതാക്കളുടെ ഇപ്പോഴത്തെ സ്ഥിരം ശൈലിയാണ്. ആരെങ്കിലും അവർക്ക് അനിഷ്ടമായിട്ടുള്ള, അഹിതമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ അവരോട് തിരിച്ചു ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ ഏത് സ്ഥാപനമാണ്, ഏത് മാധ്യമമാണ് എന്ന് ചോദിക്കും. എന്നിട്ടാണ് ഇവർ മറുപടി കൊടുക്കുക. നമ്മുടെ അടുത്തിടയ്ക്കൊക്കെ നിരവധി അത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതേപോലെ ഇന്ന് ആ മാധ്യമപ്രവർത്തക ചോദിച്ചപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, രാജേന്ദ്ര ചോദിക്കുകയാണ് നിങ്ങൾ ഏത് മാധ്യമമാണ്. അപ്പോൾ അവർ ആ മാധ്യമത്തിന്റെ പേര് പറയുന്നു. അപ്പോൾ അയാള് ശബ്ദം മാറ്റുകയാണ്, അയാളുടെ രൂപവും ഭാവവും എല്ലാം മാറുകയാണ്. അയാൾക്ക് കിട്ടിയ ഒരു ഇരയെ കിട്ടിയ, കാത്തിരുന്നൊരു ഇരയെ കിട്ടിയ ഒരു സന്തോഷത്തോടു കൂടി ചോദിക്കത്തില്ല. അയാളുടെ സ്വന്തം സ്ഥാപനത്തിൽ നിന്നും അത്തരം ചോദ്യമൊന്നും ചോദിക്കത്തില്ല. അയാൾ ഉടനെ നിങ്ങൾ ഇവിടെ നിന്നാ മതി, നിങ്ങൾ ചോദിക്കണ്ട, നിങ്ങൾ ഇവിടെ നിന്നാ മതി. ഇയാൾ ആജ്ഞാപിക്കുക, ഇയാൾ ആരാണ് ചോദിക്കണ്ടെന്ന് പറയാൻ? മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് പറയാൻ ഇയാളാരെ തമ്പ്രാനാണോ? ഒന്നുമല്ലല്ലോ. മാധ്യമങ്ങൾ മുന്നിൽ കിട്ടിയാൽ ആരാണെങ്കിലും ചോദ്യം ചോദിക്കും. അത് തനിക്ക് ഇഷ്ടമുള്ള ചോദ്യമാകാം, ഇഷ്ടമല്ലാത്ത ചോദ്യമാകാം, ഏത് തരത്തിലുള്ള ചോദ്യമാകാം. തനിക്ക് വേണമെങ്കിൽ ഒഴിഞ്ഞു പോകാം. ഇപ്പൊ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ചോദ്യം ചോദിച്ചു ഇഷ്ടമല്ലാത്ത ചോദ്യമാണെങ്കിൽ നമുക്ക് മറുപടി പറയാതെ പോകാമല്ലോ. ഒരു വനിതാ മാധ്യമപ്രവർത്തകൻ നീ എന്നാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്. എത്രത്തോളം ഒരു സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്നല്ലേ ഇവർ അവകാശപ്പെടുന്നത്. ഒരു വനിതാ മാധ്യമപ്രവർത്തകരോട് ഇങ്ങനെയാണ് ഇവർ പറയേണ്ടത്. ഇനി മറ്റൊരു പാർട്ടിയിലുള്ളവരാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഇവർ ഇങ്ങനെ അടങ്ങിയിരിക്കുമോ? ഇല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മുൻകാലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളോട് അങ്ങേയറ്റം ശക്തമായി പ്രതികരിച്ചിട്ടുള്ള ഒരു പാർട്ടിയും ഒരു നേതാവും ഒക്കെയാണ് ഇയാള്. അയാളുടെ പാർട്ടി അങ്ങനെ പ്രതികരിച്ചിട്ടുള്ളതാണ്. നമ്മൾ കണ്ടിട്ടില്ല, എത്രയോ ശ്രമങ്ങളുണ്ട്. മറുവശത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ CPMന്റെ ഒരു നേതാവ് ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ ഉറഞ്ഞു തുള്ളുന്ന ഒരു പാർട്ടിയല്ലേ. അതിന് ഇപ്പൊ നേതൃത്വം കൊടുക്കുന്ന ഒരു അധ്യക്ഷനല്ലേ ഇയാൾ തനിക്കെതിരായിട്ട് ഒരു അഹിതമായിട്ടുള്ള, തനിക്ക് മറുപടി പറയാൻ പറ്റാത്ത ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മറുപടി പറയാതെ പോവുക, അല്ലെങ്കിൽ അത് നിങ്ങൾ പറയുന്ന വാസ്തവവിരുദ്ധമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോവുക. അതിന് പകരം നിങ്ങൾ ഏത് മാധ്യമമാണെന്ന് അറിഞ്ഞുകൊണ്ട് തനിക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് തങ്ങൾ എതിർചെരിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ചാനലാണ് എന്നതുകൊണ്ട് മാത്രം അവരെ അധിക്ഷേപിക്കുക, ഒരു വനിതാ മാധ്യമപ്രവർത്തകരുടെ എന്നുള്ള പേരിൽ നീ എന്ന് വിളിക്കുക. എന്ത് അധികാരമാണ് അയാൾക്ക്? അയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുത്തേക്കുന്ന ആൾക്കാർ വല്ലതും വേണം അങ്ങനെ നീ എന്ന് വിളിക്കാൻ? ആണെങ്കിൽ തന്നെ അങ്ങനെ വിളിക്കാൻ പറ്റുമോ? സ്ത്രീകളെ എങ്ങനെ അഭിസംബോധന ചെയ്യാൻ പറ്റും? നീ എന്നൊക്കെ. ഒരു പുരുഷ മാധ്യമപ്രവർത്തകനാണെങ്കിലും ഒക്കെ നമുക്കത് ഒരു പരിധിവരെ അക്സെപ്റ്റ് ചെയ്യാന്ന് വെക്കാം. ഒരു വനിതയോട് അയാൾ പറയുകയാണ് നീ ചോദിക്കണം, നീ അവിടെ നിന്നാ മതി. ഇയാൾ ആജ്ഞാപിക്കുകയാണെന്നേ. ചോദിക്കണ്ടെന്ന് പറയാനുള്ള എന്ത് റൈറ്റാണ് ഇയാൾക്കുള്ളത്? ഇതാണ് ഇവരുടെ ഒരു തനി സ്വഭാവം എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ ഇയാൾ കാണിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ അയാൾക്ക് എന്തൊക്കെയോ ഒളിക്കാനുണ്ട്. നമുക്കറിയാമല്ലോ, ഇന്നലെയാണ് BJPയുടെ തിരുമല വാർഡ് അംഗമായ കൗൺസിലറായ തിരുമല അനിൽകുമാർ അദ്ദേഹം ആത്മഹത്യ ചെയ്ത്. വളരെ ഗുരുതരമായൊരു സംഭവമാണത് അല്ലെ. അവിടെയുള്ള ഒരു ടൂർ ഫാം എന്ന് പറയുന്ന സഹകരണ സംഘത്തിലെ അങ്ങേയറ്റത്തെ ഒരു ക്രമക്കേട് നടന്നു. അതിന്റെ പ്രസിഡന്റായിട്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്,
താൻ ആരെയും എല്ലാരെയും സഹായിച്ചിട്ടേ ഉള്ളൂ, ഒരു ആപത്ത് വന്നപ്പോൾ തനിക്ക് പാർട്ടി പോലും ഒപ്പം നിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തെ വേട്ടയാടരുതെന്ന് എഴുതി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. അദ്ദേഹം എല്ലാവരും പറയുന്നത്, എതിർ പാർട്ടിക്കാർ ഉൾപ്പെടെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അങ്ങേയറ്റം മാന്യനായ ഒരു വ്യക്തിയാണ്, ഒരു തരത്തിൽ പോലുമുള്ള ഒരു അഴിമതി നടത്തുന്ന ഒരു വ്യക്തിയല്ലെന്ന് എല്ലാവരും CPM കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടിക്കാരും അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം പ്രസിഡന്റായിട്ടിരുന്ന ഒരു സ്ഥാപനത്തിൽ വലിയൊരു ക്രമക്കേട് നടന്നു. ആ സഹകരണ സംഘത്തിൽ ഏതാണ്ട് 11 കോടിയുടെ ആസ്തിയുണ്ട്. അവിടെ നിക്ഷേപകര് ധാരാളം പണം നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ 6 കോടിയോളം രൂപ വായ്പയായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് തിരിച്ചു വന്നിട്ടില്ല. അതാണ് വിഷയം. അപ്പോൾ പലരും ആൾക്കാർ നിക്ഷേപകർ ഇങ്ങനെ കാശ് ചോദിച്ചു വരുമ്പോൾ അത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അത് ഇപ്പോൾ പോലീസിനെതിരായിട്ടുള്ള ഒരു ആയുധമാക്കി മാറ്റിക്കൊണ്ട് BJP അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഉയരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഈ വിഷയത്തിലെ BJP-യുടെ ഒരു ഇതാണ്. അപ്പോൾ അവര് ഈ വിഷയത്തിൽ ഇദ്ദേഹത്തെ സഹായിച്ചില്ല. പലരും പറയുന്നത് ഈ പറയുന്ന ആത്മഹത്യ ചെയ്യുന്നതിന്റെ തലേന്ന് പോലും ഈ അല്ലെന്ന് പറയുന്ന കൗൺസിലർ ഈ സംസ്ഥാന അധ്യക്ഷനെ പോയി കണ്ടുവെന്നും അപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ തനിക്ക് സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയച്ചുമെന്നൊക്കെയാണ് കേൾക്കുന്ന വാർത്തകളായിട്ട് പറയുന്നത്. പലരും അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒക്കെ തന്നെ പ്രതികരിക്കുന്നുണ്ട്. എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമല്ലേ. ഒരു പാർട്ടിയുടെ ഒരു കൗൺസിലർക്ക് ഇത്തരം ഒരു ആപത്തിൽ വന്ന് നിൽക്കുമ്പോൾ ആ പാർട്ടി അദ്ദേഹത്തെ സഹായിച്ചില്ല, അതിനു വേണ്ടിയിട്ട് ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ സംഭവമല്ലേ, ഒരു ഗുരുതരമായ പ്രശ്നമല്ലേ അത്. അവരുടെ അങ്ങനെ ഒരു വിഷയത്തില് ഒരു ചോദ്യം വരുമ്പോൾ ഇയാൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കേണ്ട എന്താ ബാധ്യത കാര്യമാണുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒളിക്കാനുണ്ട് എന്നതിന്റെ തട്ടിപ്പിന്റെ വേറൊരു വെർഷനാണോ ഇതെന്ന് പോലും. അതെ, കരുവന്നൂർ തട്ടിപ്പ് വേറൊരു വിഷയത്തിന് ഒരു രീതിയിലാണ് CPM നടത്തിയതെങ്കിൽ ഇവിടെ ഈ പറയുന്ന നിക്ഷേപകരുടെ കാശെടുത്ത് അവരെ വായ്പ കൊടുത്തു. പക്ഷേ ആ വായ്പകളൊന്നും തന്നെ തിരിച്ചു വരുന്നില്ല. ഒരാളും വായ്പ എടുത്ത് ഒരാളും ഈ സഹകരണ സംഘത്തിലേക്ക് തിരിച്ചടയ്ക്കുന്നില്ല. അപ്പോൾ നിക്ഷേപകർ സ്വാഭാവികമായിട്ടും ഒരു കാശിനായിട്ട് ആവശ്യപ്പെടുമല്ലോ. അവിടെ ഇത് കേസിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം പോലീസിന്റെ ഒരു വേർഷൻ എന്ന് പറയുന്നത് ഈ സഹകരണ സംഘത്തിലെ ഒരു ജീവനക്കാരി ഒരു നിക്ഷേപകൻ വന്നവിടെ പ്രശ്നമുണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ ഒരു പരാതി കൊടുത്തു. അയാൾ വന്ന് കാശ് ചോദിച്ച് പ്രശ്നമുണ്ട്, ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിറ്റേന്ന് ഈ നിക്ഷേപകൻ ചെന്ന് പോലീസിന് പരാതി കൊടുക്കുകയാണ്. തനിക്ക് അതിന്റെ 10,65,000 രൂപ കിട്ടാനുണ്ട്, അത്രയും തിരികെ കിട്ടാനുള്ള ഒരു നിക്ഷേപകനാണ്. ആ വിഷയം പറഞ്ഞുകൊണ്ട് അയാൾ പോലീസിൽ പരാതി കൊടുക്കുന്നു. അങ്ങനെയാണ് പോലീസ് കേസിലേക്ക് വരുന്നത്. പോലീസ് തന്നെ പറയുന്നുണ്ട്, തങ്ങൾ ഈ അനിൽകുമാറിനെ വിളിപ്പിച്ചിട്ടോ ഒന്നുമില്ല, തങ്ങൾ വിളിച്ചിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒന്നുമില്ല. BJP പറയുന്നത് പോലീസ് ഇയാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി, അങ്ങനെ സമ്മർദ്ദം കാരണം ഇത് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് അങ്ങനെ വിളിച്ചിട്ടില്ല. ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന കാര്യമാണത്. പോലീസ് പറയുന്നത് തങ്ങൾ വിളിച്ചിട്ടില്ല, വിളിക്കാതെ തന്നെ 2 തവണ ഈ അനിൽകുമാർ ഇവിടെ വന്നിട്ട് തന്റെ ഈ പ്രശ്നങ്ങൾ, ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അയാൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ പാർട്ടി അറിയിച്ചിട്ടുണ്ടാകുമല്ലോ. ഇത് പാർട്ടിയുടെ ഇതിലുള്ള ഒരു സംഘമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഒരു വിഷയം, ആ ഒരു സംഘത്തിൽ ഒരു പ്രശ്നമുണ്ടായി. ഇങ്ങനെ അദ്ദേഹം സ്വന്തം പാർട്ടിക്കാരനായ ഒരു കൗൺസിലറായ ഒരാള് അധ്യക്ഷനായിട്ടിരിക്കുന്ന ഒരു സഹകരണ സംഘമാണ്. അദ്ദേഹം ഇങ്ങനെ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഇടപെടുകയും എന്തെങ്കിലുമൊക്കെ പ്രശ്നപരിഹാരത്തിനായിട്ട് ശ്രമിക്കുകയും ചെയ്യേണ്ട ഒരു പാർട്ടി അത് ചെയ്തില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ വിഷയങ്ങളൊക്കെ തന്നെ. അദ്ദേഹത്തിന് എന്തോ ഒളിക്കാനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം മറുപടി പറയുന്നതിന് പകരം മറുപടി പറയുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് ശാന്തമായിട്ട് പോകാം. അദ്ദേഹത്തിന്റെ പൊട്ടിത്തിരി കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിന് എന്തൊക്കെ ഒളിക്കാനുണ്ട്. താൻ കള്ളനാണോ എന്ന് അദ്ദേഹത്തിന് തന്നെ സ്വയം തോന്നുന്നത് കൊണ്ട് ഒരു പക്ഷേ പശ്ചാത്താപം കൊണ്ട് അദ്ദേഹം പൊട്ടിത്തെറിച്ചതാണെന്ന് പോലും നമുക്ക് അറിയാൻ കഴിയത്തില്ല. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഒരു നേതാവിനും എന്താ പറയുക ഭൂഷണമല്ലാത്ത തരത്തിലുള്ള ഒരു സമീപനമാണ് രാജീവ് ചന്ദ്രശേഖരൻ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം അപലപനീയമായ. അദ്ദേഹം മാപ്പ് പറയുകയാണ് വേണ്ടത്. എത്രയും പെട്ടെന്ന് അദ്ദേഹം ആ വനിതാ മാധ്യമ പ്രവർത്തകരുടെ മാപ്പ് പറയണം. അദ്ദേഹം പരസ്യമായിട്ട് മാപ്പ് പറയുകയാണ് വേണ്ടത്. പത്രസമ്മേളനം വിളിച്ചാൽ മാപ്പ് പറയണം. ഒരു വനിതാ മാധ്യമ പ്രവർത്തകയോട് നീ എന്നൊക്കെ തുടർച്ചയായിട്ട് അയാൾ വിളിക്കുക, നീ അവിടെ നിന്നാ മതി. ന്യായീകരിക്കാൻ പോകുന്നത് മലയാളി അല്ലാത്തത് കൊണ്ട്. മലയാളി അല്ലെങ്കിൽ അയാൾ സംസാരിക്കാൻ പോകരുതെന്നേ. മലയാളത്തിൽ സംസാരിക്കാൻ പറ്റും, ഇംഗ്ലീഷ് പറയാമല്ലോ. ഇംഗ്ലീഷുകാരനല്ലേ, അതല്ലേ പറയാൻ വരുന്നത്. ഇംഗ്ലീഷുകാരനെന്ന് പറയാൻ പറ്റില്ല, ഹിന്ദിക്കാരനായിരിക്കും. കുറെ നാള് കേന്ദ്രമന്ത്രിയായിട്ടൊക്കെ ഇരുന്ന ആളല്ലേ, അപ്പൊ ഹിന്ദിയൊക്കെ വശമായിരിക്കും. അല്ല, ഇനി BJP-ക്കാർ പറയാൻ പോകുന്ന സംഭവം അതായിരിക്കും. അത് പിന്നെ ഇംഗ്ലീഷിൽ പറയണം. ഇംഗ്ലീഷ് അറിയാവുന്ന മാധ്യമപ്രവർത്തകർ ഉണ്ടല്ലോ ഇവിടെ. അല്ല, ഇംഗ്ലീഷിൽ പറയണം, മലയാളം അറിയത്തില്ലെങ്കിൽ പറയാൻ പോകരുത്. അങ്ങനെയുള്ള എത്ര ആനുകൂല്യങ്ങൾ എത്ര പേർക്ക് ഇവർ കൊടുത്തിട്ടുണ്ട്. മലയാളം അറിയാത്തതിന്റെ പേരിലാണ്, അല്ലെങ്കിൽ മലയാളം പറയാത്ത ശശി തരൂർ ഇവര് കോർണർ ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. എത്രത്തോളം ആക്രമിച്ചിട്ടുണ്ട് ഓരോ വാക്കുകളുടെയും പേരിൽ, ഇല്ലേ? തീർച്ചയായും. ഓരോ വാക്കും എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് എല്ലാവരെയും ആക്രമിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവാണ് അയാൾ. അപ്പോൾ അയാൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ആ മാധ്യമ പ്രവർത്തകയോട് മാപ്പ് പറയുക എന്നതാണ്. അത് ചെയ്യേണ്ടത് കേരള രാഷ്ട്രീയത്തിന് BJP-യെ സംബന്ധിച്ച് അവർക്കതൊരു പുത്തരിയായിട്ടുള്ള കാര്യമല്ല. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ അത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. വനിതാ മാധ്യമ പ്രവർത്തകരെ അങ്ങനെ നിരന്തരം ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുന്ന ഒരു ശൈലി പല പാർട്ടി നേതാക്കൾക്കുമുണ്ട്. അത് അംഗീകരിക്കാൻ കഴിയത്തില്ല. നേരത്തെ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഈ സുരേഷ് ഗോപി
തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു വനിതാ മാധ്യമപ്രവർത്തക അവരുടെ അനുമതി ഇല്ലാതെയാണ് അത് അദ്ദേഹത്തെ കൈയിടുന്നത്. അതിന് ഇവർ ന്യായീകരിച്ചത് വാത്സല്യം ഉണ്ടെങ്കിൽ കൈവച്ചാൽ മതിയെന്നേ. ഒരു വനിതയുടെ ദേഹത്ത് അവരുടെ അനുവാദമില്ല തൊടാൻ ആർക്കും അധികാരമില്ല. സ്വന്തം ഭർത്താവിന് പോലും അധികാരമില്ലെന്നാണ് സുപ്രീം കോടതി വിധികൾ പുറത്തു വരുന്ന കാര്യങ്ങൾ. അവരുടെ അനുമതി വേണം ദേഹത്തോടെ. എന്നിട്ട് അതിനെ ന്യായീകരിച്ച് നടക്കുകയാണ്. അത്തരത്തിലൊരു വിഭാഗത്തിൽ അയാൾ അകപ്പെട്ടു. സുരേഷ് ഗോപി ഇപ്പോഴെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയാളും അങ്ങേയറ്റം ഒരു പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങേയറ്റം അഹങ്കാരികളായിട്ട് ഈ BJP-ക്കാർ മാറുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇതൊക്കെ തന്നെ. സുരേഷ് ഗോപി ഇപ്പം കലുങ്ക് ചർച്ചകൾ എന്ന് പറഞ്ഞ് കുറെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുക. ആദ്യത്തെ ചർച്ചയിൽ ഒരു പാവം വയോധികൻ, അയാൾ ഏത് പാർട്ടി ആയിക്കോട്ടെ, ഒരു വീട് വേണമെന്ന് പറഞ്ഞാൽ അപേക്ഷ കൊടുക്കാണ്ട് അപ്പോൾ അത് സ്വീകരിക്കുക പോലും ചെയ്യാതെ ഇത് നിങ്ങളുടെ പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞ അയാളെ ആട്ടി ഓടിച്ചു വിടുന്നു. അത് കഴിഞ്ഞ് കൈവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അമ്മ അവരുടെ പ്രശ്നങ്ങൾ പറയാണ്ട് അവിടെ ചെന്നപ്പോൾ അവരെ അധിക്ഷേപിച്ച് വിടുന്നു. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് ഇവിടുന്ന് കാശ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് മേടിച്ചിട്ട് ഒന്ന് തരാൻ പറയാന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അധിക്ഷേപിച്ച് വിടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിന് ഇന്ന് അടുത്ത ദിവസം കണ്ട് എന്താണെന്ന് തോന്നുന്നു എയിംസുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുന്നു. അങ്ങേയറ്റം അത് എന്താണ് പറയുക, തൻപൂരിമ കാണിക്കുന്ന രീതിയിൽ ഞാൻ ഏതാണ്ട് സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് രീതിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തും എന്നപോലെ ചെറിയ കുട്ടികളൊക്കെ വാശി പിടിക്കുന്ന രീതിയിലാണ് ഒരു കേന്ദ്ര സഹമന്ത്രി വന്നിരുന്നിട്ട് വാശി പിടിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഒരു കേന്ദ്രമന്ത്രി പെരുമാറേണ്ടത്. അയാൾക്ക് നിർദ്ദേശങ്ങൾ വെക്കാം അല്ലെ, ഒരു മന്ത്രി എന്നുള്ള നിർദ്ദേശങ്ങൾ വെക്കാം, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ അതിന് പകരമായിട്ടില്ലേ എന്താ പറയുക, ഏകാധിപതികളൊക്കെ നിർദ്ദേശം ചെയ്യുന്ന പോലെ അയാളെ നിർദ്ദേശം വെക്കുകയാണ്. ഇത് വേറൊരു വിഷയം കൂടിയുണ്ട്. മറ്റേ ഇപ്പോൾ നമ്മൾ തിരുമലയിലെ ആ കൗൺസിലറുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ഇവിടെ കരുവന്നൂരിലെ പ്രശ്ന സമയത്ത് പദയാത്ര നടത്തി പദം വന്ന ഒരു ആളാണല്ലോ ഇപ്പോഴത്തെ കേന്ദ്ര സഹമന്ത്രി അല്ലെ. അന്ന് അതിന്റെ കൂടി അനുകൂലത്തിലല്ലേ ഈ സുരേഷ് ഗോപി ജയിച്ചു പോയത്. അവിടെ ചെന്നിട്ട് ഒരു പദയാത്ര നടത്തട്ടെ. ടൂർ ഫാം സഹകരണ സംഘത്തിലെ അവിടുത്തെ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ നിക്ഷേപകർക്ക് വേണ്ടി പദയാത്ര നടത്തട്ടെ. നല്ല ധൈര്യമുണ്ടോ അയാൾക്ക്? പ്രതികരിച്ചു പോലും കണ്ടില്ല കേട്ടോ. ബിജെപിയുടെ ഭാഗത്താണല്ലോ തെറ്റുന്നുള്ളതുകൊണ്ട് അത് പ്രതികരിച്ചു പോലും കണ്ടില്ല അതിനകത്ത് അയാള്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ അങ്ങേയറ്റം കപടതയാണ് ഇവരെയൊക്കെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇവരെയൊക്കെ നയിക്കുന്നത് ഈ കപടതയാണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള അങ്ങേയറ്റത്തെ മ്ലേച്ഛമായ തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ആ വനിതാ മാധ്യമപ്രവർത്തകർ നടത്തിയത്. നമുക്ക് വീണ്ടും ആവർത്തിക്കാനുള്ളത് ഇത്രമാത്രമാണ്. രാജീവ് ചന്ദ്രശേഖർ എത്രയും പെട്ടെന്ന് വനിതാ മാധ്യമപ്രവർത്തകയുടെ ക്ഷമ പറയുകയാണ് വേണ്ടത്.